ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് തീയലാണ് വെക്കുന്നത്. തീയൽ എല്ലാവർക്കും അറിയാവുന്നൊരു വിഭവമാണ്. എന്നിരുന്നാലും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു തീയൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വെജ് കഴിക്കുന്നവർക്കും നോൺ വെജ് കഴിക്കുന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഡിഷാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യമായി പാൻ അടുപ്പിൽ വെച്ച് തേങ്ങ ഫ്രൈ ആക്കി എടുക്കാം. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓൾറെഡി തേങ്ങയിൽ ഓയിലുള്ളത് കൊണ്ട് ഞാനിവിടെ സെപ്പറേറ്റ് ഓയിൽ ഒഴിക്കുന്നില്ല. അതിനുശേഷം അതിലേക്ക് ചുവന്ന മുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. ശ്രദ്ധിക്കണം, തേങ്ങ കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്കിവിടെ ഇൻസ്റ്റൻറ്റ് ഗ്രേറ്റഡ് തേങ്ങ ആയതുകൊണ്ട് പല വലിപ്പത്തിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ചിലത് ഫ്രൈ ആവാതെ കിടക്കുന്നത്. നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ ചെറിയ സൈസിൽ ചെറുകിയെടുക്കാൻ ശ്രമിക്കുക. പിന്നീട് ഓൾമോസ്റ്റ് ഡാർക്ക് ബ്രൗൺ സ്റ്റേജിലെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സ് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനിയും നമുക്ക് കറി തയ്യാറാക്കാനായി പൊട്ടറ്റോ വഴറ്റിയെടുക്കണം. അതിനായിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ്, സവാള, കറിവേപ്പില, പച്ചമുളക് ഇട്ടതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഞാനിവിടെ 2 പൊട്ടറ്റോ, ഒരു വലിയ ഒനിയൻ, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇവ വഴണ്ടതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കഷ്ണങ്ങൾ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പൊട്ടറ്റോ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് വരുമ്പോൾ നിങ്ങൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഇനിയും ചെറിയ തീയിൽ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ തീയൽ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയലാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.